സ്വന്തം ഹൃദയരക്തം കൊണ്ട് ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ധീരരക്തസാക്ഷിത്വം വരിച്ച രേഖപ്പെടുത്തിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ട ചരിത്രത്തിലെ ഇതിഹാസ പുരുഷൻ, മലബാർ വിപ്ലവ നായകൻ, മഹാനായ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജന്മനാട്, ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ രക്താഭയണിയിച്ച ഗറില്ല പോരാട്ടങ്ങളുടെയും ചാവേർ യുദ്ധങ്ങളുടെയും സിരാകേന്ദ്രം, മലബാറിന്റെ സ്വത്വവും സൗന്ദര്യവും പൂത്തുലഞ്ഞ ഏറനാടൻ ഗ്രാമം, ആകാശത്തിന്റെ അതിരുകൾ പിന്നിട്ട് ചരിത്രത്തിന്റെ ചിറകുകളിൽ എന്നോ ഇരിപ്പുറപ്പിച്ച മലബാറിന്റെ ചുണയും ഏറനാടിന്റെ ചൊടിയും നിറഞ്ഞുനിന്ന ഉശിരുള്ള മണ്ണ്, സാമൂഹ്യനീതിയുടെ സമരഗീതങ്ങളിൽ തുല്യതയില്ലാത്ത പുളകരാഗമായ ദേശം, അഹങ്കാരത്തിന്റെ ഹുങ്ക് നിറഞ്ഞ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അധികാരത്തിന്റെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കിക്കൊണ്ട് വെള്ളക്കാരനെ വെള്ളം കുടിപ്പിച്ച ദേശം എന്ന നിലയ്ക്ക് ലോക ചരിത്രത്തിൽ അതുല്യ സ്ഥാനം നേടിയ നാട്, സ്വതന്ത്ര സ്വയംഭരണ മലബാർ സർക്കാരിന്റെ ആദ്യ തലസ്ഥാനം. ഇങ്ങനെയൊക്കെയായിരുന്നു പാണ്ടിക്കാടിന്റെ ഇന്നലകൾ. ചരിത്രത്തിന്റെ ചുരുൾ നിവർത്തിയാൽ രോമാഞ്ചജനകമായ ആ ഇന്നലകൾ പുനർജനിക്കും. അതിനാൽ അർഹമായ അംഗീകാരം ലഭിച്ചിട്ടില്ലാത്ത പാണ്ടിക്കാടിന്റെ ഇന്നലകളുടെ ചുരുൾ നിവരണം, അത് നിവർത്തണം. പുതിയ തലമുറയെ ആവേശം കൊള്ളിക്കുന്ന സർവായുധ സന്നദ്ധരായ ബ്രിട്ടീഷ് പട്ടാളത്തോട് ഏറ്റുമുട്ടി മൊയ്തുണ്ണിപ്പാടത്ത് രക്തസാക്ഷിത്വം വരിച്ച നമ്മുടെ പൂർവ്വപിതാക്കളെ ഓർമ്മിക്കാൻ അവരുടെ പിന്മുറക്കാരായ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. നമ്മുടെ മാതൃഭൂമിയുടെ പവിത്രമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, മണ്ണിലെ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വീരമൃത്യു വരിച്ച നമ്മുടെ പൂർവ്വപിതാമഹന്മാരെ മറക്കാൻ നമുക്കാവില്ല. നീണ്ട 93 വർഷം നമ്മൾ വിസ്മരിച്ച പാണ്ടിക്കാടിന്റെ തിളച്ചുമറിയുന്ന ചരിത്രം ഇനിയും മറവിയുടെ വാൽമീകത്തിൽ ഒളിച്ചിരുന്നുകൂടാ. ജന്മനാടിന്റെ പവിത്രമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വീരരക്തസാക്ഷിത്വം വരിച്ച പൂർവ്വസൂരികളുടെ പാവന സ്മരണ പുതിയ തലമുറയ്ക്ക് കൈമാറുക എന്ന തികച്ചും ദേശസ്നേഹപ്രേരിതമായ വാരിയംകുന്നത്ത് രക്തസാക്ഷി ദിനാചരണത്തിൽ പങ്കെടുക്കുവാൻ മുഴുവൻ രാജ്യസ്നേഹികളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.